നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ, വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിപ്പോ അറിയാം. പക്ഷെ ഇവർക്ക് അത് അറിയാം, ഇവരത് ചിന്തിച്ചിട്ടുണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മൾ പറയും കൃത്യമായ അളവിൽ പോഷകങ്ങളെല്ലാം കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ. നിങ്ങൾ രാവിലെ ഇഡ്ഡലി സാമ്പാറും വിളമ്പുമ്പോ, നിങ്ങൾ രാവിലെ ഉപ്പുമാവ് കൊടുക്കുമ്പോ, നിങ്ങൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഇതുപോലെ ഓരോ ഡിഷ് കൊടുക്കുമ്പോ, അല്ലെങ്കിൽ വൈകിട്ട് സ്നാക്സ് എടുത്ത് വെക്കുമ്പോ, ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചെടുത്ത് കൊടുക്കുമ്പോ കൃത്യമായ രീതിയിലുള്ള പോഷകങ്ങൾ കിട്ടാവുന്ന ഫുഡാണോ നിങ്ങൾ കൊടുക്കുന്നത്? ഇത് നമുക്കൊന്ന് വിളമ്പുന്നത്, ഇത് നമുക്കൊന്ന് പ്രത്യേകം ചോദിക്കാൻ പറ്റും അല്ലെ. അതിനുശേഷം നമുക്ക് വീണ്ടും അതിനെപ്പറ്റി വീണ്ടും നമ്മൾ എക്സ്പ്ലനേഷൻ, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എക്സ്പ്ലനേഷൻ പോകേണ്ടത്. വീണ്ടും അവരോട് വീണ്ടും ചോദിക്കുക എന്തൊക്കെയാണ് വീണ്ടും ജീവിതശൈലിയും കൊണ്ട് നമുക്ക് വരുന്ന ജീവിത രീതിയും കൊണ്ട് നമ്മളുടെ സ്ട്രെസ്, പഴയ കാലത്തെ ടെൻഷൻ പോലെയൊന്നുമല്ല. ഇപ്പൊ ഭയങ്കര വർക്ക് റിലേറ്റഡ് സ്ട്രെസ്സും എല്ലാ സ്ട്രെസ്സും നമുക്ക് എല്ലാ മനുഷ്യർക്കും ഇപ്പൊ ഭയങ്കര കൂടുതലാണ് പഴയതിനേക്കാളും. അപ്പോ അതൊന്ന് നമുക്ക് ആൾക്കാർ പറയും. പിന്നെ അന്തരീക്ഷ മലിനീകരണം പറയുമായിരിക്കും, ഇംഗ്ലീഷ് മരുന്നിന്റെ അമിത ഉപയോഗം, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വന്നതുകൊണ്ടാണ് എന്ത് കുറഞ്ഞു പോയത്, ആരോഗ്യം കുറഞ്ഞു പോയത് എന്നുള്ളത് അവര് സമ്മതിക്കും. നമ്മളോട് 100% നമ്മളോട് അവര് എന്തായി, അവരും നമ്മളും ഒന്നായി മാറി. നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന ആരാണോ ആ ആൾ അതിലെ ആ ഓഡിയൻസിലെ ഒരു പാർട്ടായിട്ട് മാറി. അത് ആദ്യം ആവാൻ പറ്റണം നമുക്ക്. ഇപ്പൊ ഞാൻ ഓൺലൈൻ എടുക്കുമ്പോൾ എനിക്ക് ആരെയും കാണാൻ പറ്റണില്ല, എന്നാൽ പോലും എന്റെ ആഗ്രഹം എന്താ, ഈ പറയുന്ന 300 സംതിങ് എത്രയാണോ അത്രയും പേരിലെ ഒരാളായിരിക്കണം. അല്ലാതെ വേർപെട്ട് നിന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്ന ഒരാളായിരിക്കരുത്. നമ്മളും അവരും തമ്മിലുള്ള അഭിപ്രായം ഒന്നിച്ച് കയറി വന്ന് ഒത്തൊരുമയോടെ പോകുന്ന ഒരു ഗ്രൂപ്പായിട്ട് ആ സമയം കൊണ്ട് നമ്മൾ അവിടെ മാറാൻ പറ്റണം. അവരും നമ്മളും തമ്മിൽ വ്യത്യാസമില്ല, അവരും നമ്മളും തമ്മിൽ നമ്മുടെ ചിന്തകൾ ഒരുപോലെയാണെന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവരണം. ഒരു നന്മയാണ് ഈ പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാവാൻ പറ്റണം. അത് കഴിഞ്ഞാല് അപ്പൊ എന്നിട്ട് അവരോട് നമ്മൾ ചോദിക്കണം, ഈ ജീവിത ശൈലി പലത് നമ്മൾ പറഞ്ഞു, പല ജീവിത രീതിയിൽ വന്ന പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? എക്സസൈസ് ഇല്ല, നല്ല പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം ഇല്ല, സ്ട്രെസ് ഭയങ്കരമാണ്, ജങ്ക് ഫുഡ് കഴിക്കണു, പിന്നെ അന്തരീക്ഷ മലിനീകരണം, മരുന്നിന്റെ അമിത ഉപയോഗം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാല് ഇതില് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടോ? അപ്പൊ അന്തരീക്ഷ മലിനീകരണം ഒക്കെ നമുക്ക് കയറിയിട്ട് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇതിനകത്ത് കൺട്രോൾ ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? അപ്പൊ അവര് ചാടിക്കേറി പറയും എന്ത് പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കൊടുക്കണം അല്ലെ. അതാണ് എന്റെ വീട്ടിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം. അത് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റണം. നല്ല രീതിയിൽ ആൻസർ ചെയ്യുന്നവർക്ക് നല്ലൊരു അപ്രിസിയേഷൻ കൊടുത്താൽ ഏറ്റവും ബെറ്റർ. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഫാമിലിയിലും അല്ലെങ്കിൽ എന്റെ വീട്ടിൽ എന്റെ കുടുംബാംഗങ്ങൾക്കും എനിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കിട്ടുക അല്ലെങ്കിൽ വിളമ്പുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അപ്പൊ എന്തൊക്കെ വരാം? എന്തൊക്കെയാണ് ജീവിതശൈലി ഇങ്ങനെ വന്നതുകൊണ്ട്, ജീവിതത്തില് മാറ്റം വന്നതുകൊണ്ട്, രീതിയിൽ മാറ്റം വന്നുകൊണ്ട് എന്തൊക്കെ അസുഖങ്ങളെ നോർമലി കണ്ടേക്കണേ? അപ്പൊ എല്ലാവരും പറയും പ്രഷർ കൂടി പോണു, ഷുഗർ കൂടി പോണു, കൊളസ്ട്രോൾ കയറി പോണു, സ്ട്രോക്ക് വന്നു, പെട്ടെന്ന് ഒരു ദിവസം കേൾക്കണത് അപ്പുറത്തെ അയാള് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോയിന്ന്, പിന്നെ ചിലർക്ക് കുടലില് ക്യാൻസർ വന്നു. അപ്പൊ ഇവര് തന്നെ ഇതെല്ലാം പറഞ്ഞോളൂ. അപ്പൊ അവർക്ക് തന്നെ അറിയാം ഇതെല്ലാം, ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം എന്തുകൊണ്ടാണ്? നമ്മുടെ സംസ്കാരം, നമ്മളുടെ ഭക്ഷണ സംസ്കാരത്തിൽ വന്ന് വലിയൊരു മാറ്റം കൊണ്ടാണ് എന്നുള്ളത് ഇവര് തന്നെ നമ്മളോട് ഇങ്ങോട്ട് പറയും. ക്ലാസ് എടുക്കാൻ വന്ന നമ്മളോട് അവര് തന്നെ ഇങ്ങോട്ട് പറയും ഇതെല്ലാമാണ് കാരണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് പറയാം PCOD, ആ പ്രശ്നമൊന്നും ഞാൻ പറയാൻ വിട്ടുപോയി. PCOD നമുക്ക് പറയാം. അതുപോലെ അത് അവർ പറയാൻ വഴിയില്ല. അതുപോലെ തന്നെ പോഷകങ്ങളുടെ കുറവ് കൊണ്ട് വരുന്ന അസുഖങ്ങൾ, അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതാണ് പ്രശ്നം. അത് നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവർ ഈ പറഞ്ഞ കുറെ കാര്യങ്ങളുടെ കൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്താണ്? പോഷകങ്ങൾ കുറഞ്ഞാൽ ഉണ്ടാകുന്ന അസുഖങ്ങള്, മാൽന്യൂട്രീഷൻ. അപ്പൊ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോ എന്നിട്ട് നമ്മൾ പറയണം, അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടില് ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എവിടെ നിന്നാ? സിറ്റ് ഔട്ടിൽ നിന്നാണോ? ആരോഗ്യത്തെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന അടുക്കളയിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആരാണ്? ഞാനാണ്. എന്റെയും എന്റെ കുടുംബാംഗങ്ങളുടെയും ആരോഗ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആരാണ്? ഞാനാണ്. ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന, ഭക്ഷണം വിളമ്പുന്ന ഞാനാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു അവബോധം അവരിൽ നമ്മളൊരു സ്ട്രെസ് ചെയ്ത് അവരിലേക്ക് എത്തിക്കുക. അപ്പൊ അടുക്കളയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാതെ ഇതുപോലുള്ള ഹെൽത്ത് ക്ലാസ്സുകൾ അരങ്ങത്തേക്ക് വന്ന് ഇതുപോലുള്ള അറിവിന്റെ അരങ്ങത്തേക്ക് വരാൻ പറ്റണം ഇവർക്ക്.
അതിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റണം. അതിന് പറ്റിയ ചില ക്ലാസ്സുകളാണ് ഇങ്ങനത്തെ ഹെൽത്ത് ക്ലാസ്സുകൾ. ഇനിയും ഇവിടെ പലതരം ഹെൽത്ത് ക്ലാസ്സുകൾ ഇതുപോലെ ഇവർ കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ളവരെ കൂടി വിളിച്ചുകൊണ്ട് വന്ന് അവർക്കും കൂടെ ഈ അടുക്കളയിൽ നിന്ന് അറിവിന്റെ അരങ്ങത്തേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. ഈ ഒരു മെസ്സേജും കൂടെ അവർക്ക് കൊടുക്കണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇനിയും ഇവിടെ ഹെൽത്ത് ക്ലാസ് വരും. അതായത് ഹോം മീറ്റിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. ഹെൽത്തിന്റെ ക്ലാസ് വരും. അപ്പൊ അവര് മാത്രം പോരാ, അവര് പറ്റിയ ആൾക്കാരെയും കൂടെ വിളിച്ചുകൊണ്ട് വരണമെന്ന്. അപ്പൊ നമുക്ക് ആ ഒരു സ്റ്റെപ്പ് കയറി പോണത് നമുക്ക് മനസ്സിലായല്ലോ. നമ്മൾ എങ്ങോട്ടാ പോണേന്നുള്ളത് നമുക്കറിയാം. അവര് നമ്മളുടെ ഒപ്പം കൂടെ പോരുന്നുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാവും. അപ്പോ നമ്മൾ അടുക്കളയിൽ നിന്ന് തുടങ്ങേണ്ട ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടേ? നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സാധനത്തിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും ഗുണമുള്ള സാധനം നമ്മൾ ഏത് ശ്രദ്ധിക്കണം? ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ചെലവുള്ളത് നമ്മുടെ അടുക്കളയിൽ ഏതാണ്? നമ്മൾ ഈ പറയുന്ന കുക്കിംഗ് ഓയിലാണ്, പാചക എണ്ണയാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നതും. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. എനിക്കറിയാവുന്ന പലരും ഉണ്ട്, കാലങ്ങളായിട്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരാണ്. പക്ഷെ അവരുടെ ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂലം, അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ പ്രത്യേകത മൂലം അവരിപ്പോ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥ വന്നു. പക്ഷെ അവരുടെ അളവെല്ലാം വളരെ കുറച്ചാണ് കഴിക്കുന്നത്. അവരിച്ചിരി അവരുടെ ഹെൽത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടെങ്കിൽ പോലും പുറത്തുനിന്ന് പലയാവർത്തി ഇങ്ങനെ കണ്ടിന്യൂസ് കഴിക്കേണ്ട സാഹചര്യമായി പോയത് കൊണ്ട് അയാൾക്ക് കൊളസ്ട്രോൾ ലെവലൊക്കെ കയറി പോണു. കാര്യം മനസ്സിലായി? അപ്പൊ അവര് ഫുഡിൽ ഒട്ടും ശ്രദ്ധിക്കാത്തവരല്ല, അവർക്ക് അവരുടെ ആരോഗ്യത്തെ പറ്റി ബോധവാന്മാരാണ്. പക്ഷെ അവരുടെ സാഹചര്യം എന്തായി പോയി? അവര് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യമായി പോയി. അപ്പൊ അവരുടെ കൊളസ്ട്രോൾ ലെവല് പതുക്കെ കയറി പോണു, ട്രൈഗ്ലിസറൈഡ് ഒക്കെ കയറി പോണു. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി നമ്മളുടെ പാചക എണ്ണ, അവർ ഈ കഴിക്കുന്നതെല്ലാം പുറത്തുനിന്ന് കഴിക്കുമ്പോൾ കൂടുതലും ഇങ്ങനെ ഈ എണ്ണ മോശം എണ്ണയായിരിക്കും. ചോറ് അരി ഇപ്പൊ എത്രയ്ക്കായാലും ഇത്രയൊക്കെ തന്നെ, ചോറ് ഉണ്ണണമെങ്കിൽ അങ്ങനെ ചിലപ്പോൾ ബിരിയാണി കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലുള്ള ഫുഡുകൾ. അതിനകത്തൊക്കെ ഓയിൽ കണ്ടന്റ്, എന്തൊക്കെയോ ഓയിലായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊരു ഭയങ്കര ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പോലും നമ്മുടെ പാചകെണ്ണയിൽ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? അപ്പൊ നമുക്കറിയാം, ഇപ്പം റൈസ് ബ്രാൻ ഓയിൽ എന്നൊക്കെ പറഞ്ഞ് ചാടി കയറി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവണമെന്നില്ല. നമുക്കറിയാം, ഇപ്പം വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ പാചക എണ്ണ വെളിച്ചെണ്ണയാണ് മിക്കവരുടെ വീട്ടിലെങ്കിലും. വെളിച്ചെണ്ണ നല്ലതാന്ന് തന്നെ നമ്മൾ ആദ്യം പറയുക. വെളിച്ചെണ്ണ നല്ലതാ, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ജീവിത ശൈലിയിൽ അതൊരു മാറ്റം വന്നു. ജീവിത ശൈലിയിൽ മാറ്റം വന്നത് നമ്മൾ ഈ കുക്കിംഗ് രീതി മാറ്റിയിട്ടുണ്ട്. എങ്ങനെയാ മാറ്റിയത്? പഴയ കാലത്ത് തോരൻ ഉണ്ടാക്കണേ എങ്ങനെയാ? തേങ്ങയും എന്താണോ പയറാണോ അതും മുളകും സവാളയൊക്കെ ഇട്ടിട്ട് ചെറിയതായിട്ടൊന്ന് വെള്ളം തെളിച്ചിട്ട് ചട്ടിയിൽ വെച്ച് അടുപ്പിൽ വെച്ച് ചെറിയ തീയിൽ വേവിക്കുക. അവിടെ ഞാൻ എണ്ണ എന്ന് പറഞ്ഞൊരു വാക്ക് ഇത് പറഞ്ഞിട്ടുമില്ല, അത് ഉപയോഗിച്ചിട്ടുമില്ല. ശ്രദ്ധിച്ചു നോക്കുക, പഴയ കാരണവന്മാര് ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ ഭക്ഷണ സംസ്കാരം രീതി മാറി. ഇപ്പൊ എന്താണ്? ആദ്യം എണ്ണ ഒഴിക്കും, കടുക് പൊട്ടിക്കും, എന്നിട്ടാണ് ഒരു തോരൻ പോലും വെക്കുന്നത്. പഴയ കാലത്ത് കടുക് പൊട്ടിക്കുന്നത് ഈ വലിയ വലിയ ഒക്കേഷണലി മാത്രം പല സ്ഥലങ്ങളിലും. കാരണം എണ്ണ വളരെ കുറച്ചാ ഉപയോഗിക്കുന്നത്. കാരണം എന്നാ? അവർക്ക് അത്രേ പറ്റുള്ളൂ അന്നത്തെ കാലത്ത്. അതുകൊണ്ട് തന്നെ അവർ എണ്ണ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ പറയുന്ന വറപൊരികളൊക്കെ, അച്ചപ്പം കൊഴലപ്പൊക്കെ ഉണ്ടാക്കുന്നത് എപ്പോഴാണ്? എപ്പോഴും ഉണ്ടോ? ഇല്ല. അതാണെങ്കിൽ തന്നെ വീട്ടിലുണ്ടാക്കും. ഇപ്പൊ നമ്മളുടെ തീന്മേശയിൽ എപ്പോഴും ഇങ്ങനത്തെ സ്നാക്സ്. അത് മാത്രമല്ല, പലതരം എണ്ണകൾ, പലതരം സാധനങ്ങൾ ഇട്ട് എന്നാന്ന് പോലും അറിയാത്ത സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാത്ത സാധനങ്ങളാണ് ഒരു ദിവസത്തെ കണക്കെടുത്ത് നോക്കിയാൽ പോലും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് പാചക എണ്ണ പുറത്തുനിന്ന് കഴിക്കുന്നത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതും ശ്രദ്ധിക്കണമെന്ന് നമുക്ക് പറയുമ്പം, വെളിച്ചെണ്ണ നല്ലതാണെന്ന് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞിട്ട് പറയണം. വെളിച്ചെണ്ണയ്ക്ക് പക്ഷേ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊ തീ പിടിച്ച വിലയാണ്. രണ്ട്, എന്താണ്? അത് പെട്ടെന്ന് കത്തിപ്പോവും, പുകഞ്ഞു പോകും. സ്ത്രീകളെ ഇരിക്കുന്നേ, അല്ലെ? കടുക് ഇട്ടേച്ച കറിവേപ്പില എവിടെയാന്ന് തപ്പാൻ പോകുമ്പോഴത്തേനും ഈ സാധനം പുകഞ്ഞു പോകും. അപ്പൊ ഓർക്കുക, നമ്മൾ ഇറച്ചി ഉണ്ടാക്കാനും അല്ലെങ്കിൽ മീൻ വെക്കാനും മീൻ പൊരിക്കാനും ഒക്കെ നമ്മൾ എത്ര നേരം ഇത് ഗ്യാസിലാ ചൂടാക്കുന്നത്. പഴയ കാലത്ത് അടുപ്പിൽ ചൂടാക്കണ പോലെയല്ല. അപ്പൊ എന്ത് പറ്റും? ഇത് പെട്ടെന്ന് പുകഞ്ഞു പോകണ ഒരു പ്രശ്നമുണ്ട്, അല്ലെ? പിന്നെ വെളിച്ചെണ്ണയോ ഈ പൊന്നുമല കൊടുത്ത് വാങ്ങാന്ന് വെച്ചാൽ പോലും മൊത്തം മായവാ. ഈവൻ നമ്മൾ കൊപ്ര കൊണ്ടുവന്ന് ആട്ടിക്കുമ്പോ പോലും സൾഫർ ഇട്ടിട്ടാണ് അവര് ആട്ടണേന്ന്. നമ്മുടെ കൊപ്ര ആയിരിക്കണം എന്നില്ല കേട്ടോ, നമ്മൾ മില്ലീന്ന് വാങ്ങണേന്ന് പറഞ്ഞാൽ പോലും സൾഫറും കൂടെ ഇടണ്ടെന്നാ ഞാൻ കേട്ടേക്കണം. എനിക്ക് സത്യാവസ്ഥ അറിയില്ല, കേട്ട കാര്യങ്ങളാണ്. ഈ സൾഫർ എന്നുള്ളൊക്കെ വാക്കുകൾ പറയണമെങ്കിൽ ചെറിയ രീതിയിൽ അറിവുള്ളവരായിരിക്കുമല്ലോ നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പൊ 3 കാര്യങ്ങൾ. ഒന്നെന്താണ്? ഇതിന് പൊന്നുമലയാണ്. രണ്ടെന്താണ്? ഇതിന് പുകഞ്ഞു പോകും. പെട്ടെന്ന് പുകഞ്ഞു പോകുമ്പോൾ എന്ത് സംഭവിക്കും? ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമുക്ക് എന്തൊക്കെയാണ് പ്രശ്നം ഉണ്ടാവണേന്നുള്ളത്. അപ്പൊ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളിലേക്ക് ഇത് പതിയെ 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 നീണ്ടുപോകും, കയറി പോകും. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവൽ, ഇത് അവിടെ മെസ്സേജ് വന്നു കഴിഞ്ഞു. LDL, അതായത് ചീത്ത കൊളസ്ട്രോള് അളവ് കൂടും.
അപ്പോ ഇനി വെളിച്ചെണ്ണയുടെ അടുത്ത കാര്യമാണ് എന്നാ പറഞ്ഞത്, ഇതിന് 3 കാര്യം പറഞ്ഞു, വില പറഞ്ഞു, നമ്മൾ ഇതിന് പുകഞ്ഞു പോകുന്ന കാര്യം പറഞ്ഞു, 3 ഇതിനകത്ത് മായം പറഞ്ഞു. ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ അവരോർക്കും അപ്പൊ ഇനി പിന്നെ എന്താ സൊല്യൂഷൻ ഉള്ളത്, പാം ഓയിൽ ഞങ്ങൾ വാങ്ങണ്ട, അതുണ്ട് ഇതുണ്ട്, പല ഓയിലുകൾ അവർ പറയും, സൺഫ്ലവർ ഓയിൽ അങ്ങനെ പലതും പറയും. പക്ഷെ അതിലൊക്കെ മായങ്ങള്, അതായത് സസ്യ എണ്ണകളില് എത്രത്തോളം മായം ചേർക്കണുണ്ട് എന്നുള്ളത് പലതവണ വാർത്തകളായിട്ട് കയറി വരുന്നുണ്ട്. അത് വലിയ വലിയ മാഫിയ ആയതുകൊണ്ട് അതങ്ങനെ വീണ്ടും മറഞ്ഞു പോവുകയാണ്. അപ്പോഴും നമ്മൾ ഇതെല്ലാം വാങ്ങി വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ ഇന്ന് നമ്മൾക്ക് അറിയാം. അതാണ് നമ്മളുടെ കയ്യിൽ ഈ പ്രൊഡക്റ്റ് എടുക്കുക, പ്രൊഡക്റ്റ് എടുത്തിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുക, എന്നിട്ട് അവരോട് ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കാർ കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അവരെ കൊണ്ട് ഇത് വായിപ്പിക്കുക. വായിക്കുമ്പോൾ അവർ ആദ്യം വായിക്കുന്നത് എന്താ, ഈ ഏറ്റവും വലിയ അക്ഷരത്തിൽ എഴുതിയേക്കുന്ന വാക്കായിരിക്കും, ഹെൽത്ത് ഗാർഡ് എന്നായിരിക്കും അവർ ആദ്യം വായിക്കുന്നത്. അപ്പൊ ഓയിലിന്റെ പേര് നമ്മൾ സൺഫ്ലവർ അല്ലെങ്കിൽ പാം ഓയിൽ, കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്ന പോലെ ആയിരിക്കില്ല, അവർ ആദ്യം വായിക്കുന്നത് എന്താണ്, ഹെൽത്ത് ഗാർഡ് എന്നായിരിക്കും അവർ ആദ്യം വായിക്കുന്നത്. എന്നിട്ട് അതിന്റെ താഴെ എഴുതിയിട്ട് ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ. ഇത്രയും കാര്യം അവർ വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനൊരു എക്സ്പ്ലനേഷൻ പറയാനുണ്ട്. ഹെൽത്ത് ഗാർഡ് എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഓയിൽ. ഈ ഒരു ഓയിലിന്റെ കാര്യം പറയാൻ നിങ്ങൾ കുറച്ച് സ്കൂളിൽ സമയം എടുക്കുക. കാരണം ബാക്കി പ്രൊഡക്റ്റുകൾ നമുക്ക് കുറച്ച് സ്പീഡിൽ പറയാം, പക്ഷെ ഈ ഓയിലിന്റെ കേസിൽ നമുക്ക് കുറച്ച് കൂടുതൽ സമയം നമ്മൾ എടുത്തേ പറ്റുള്ളൂ, കാരണം അതാണ് മാറേണ്ടത്. അപ്പോ ഹെൽത്ത് ഗാർഡ് ഓയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പം പഴയ കുറച്ചുകൂടെ എളുപ്പമാണ്, കാരണം വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതിനു ശേഷം പിന്നെ ഇതിപ്പം നമുക്ക് പോലും കിട്ടാത്ത അവസ്ഥയായി. ശരിയാണ്, എങ്കിൽ പോലും നമ്മൾ ഇതിന്റെ ഒരു സത്യാവസ്ഥ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കണം. ഫിസിക്കലി റിഫൈൻഡ്, കെമിക്കൽ ആഡ് ചെയ്തിട്ടില്ല, ഇത് ഹെൽത്തിനെ ഗാർഡ് ചെയ്യുന്ന ഒരു ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ആളുകൾ എങ്ങനെ പറയണം, നമ്മൾ ഈ കമ്പനിയുടെ ആളുകൾ അങ്ങനെ ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ അത് സൂക്ഷിക്കാൻ അവർ ബാധ്യസ്ഥര. കാരണം ലേബൽ ചെയ്തതിൽ നിന്ന് മാറിപ്പോവാനായിട്ട് പാടില്ല, കാരണം അത് വലിയ ശിക്ഷയിലേക്ക് പോകും. അപ്പൊ എന്താണോ ലേബൽ ചെയ്തേക്കുന്നത് അത് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കണം ഈ പ്രൊഡക്റ്റിൽ എന്നുള്ളത് നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ സോ അത് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇതിന്റെ അകത്ത് ഒറൈസനോൾ എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടോ, 1500 മില്ലിഗ്രാം ഒറൈസനോൾ ഉണ്ട് 100 ഗ്രാം എണ്ണയിൽ എന്ന് പറഞ്ഞിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ താഴെ വീണ്ടും കാണിച്ചിട്ടുണ്ട് ഒരു വട്ടം ഇട്ടിട്ട് ഒരു 3 സാധനങ്ങളുടെ പേര്, വായിക്കൊള്ളാത്ത പേരാണ്, ഇതൊന്നും നമ്മൾ പഠിക്കേണ്ട. ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ പറയുന്ന സാധനങ്ങളെല്ലാം എന്താന്ന് വെച്ചാൽ നമ്മൾ പണ്ട് അരിയുടെ തവിടിൽ നിന്ന് എടുത്ത എണ്ണ, റൈസ് ബ്രാൻ ഓയിൽ, അത് ഞാൻ കൃത്യം പറഞ്ഞില്ല, റൈസ് ബ്രാൻ ഓയിലാണ്. ഈ അരിയുടെ തവിടിൽ നിന്ന് എണ്ണ കിനുത്ത് വരുന്നത് നമ്മൾ പഴയ കാലത്ത് കിഴി കുത്തണയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉമ്മി വെച്ചിട്ട് ഈ തവിട് വെച്ചിട്ട് ചൂടാക്കിയിട്ട് കിഴി കുത്തുമ്പോൾ അതിൽ നിന്ന് എണ്ണ കിനുത്ത് വന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത്, ഇത് കെമിക്കൽ ഇട്ടിട്ടല്ല ഈ ഓയിൽ എടുത്തു വരുന്നത്. ഇതെങ്ങനെയാണ്, ഇവർക്കൊരു പേറ്റന്റ് ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജി വഴിയായിട്ട് ഇവര് ബീറ്റിംഗ് പ്രോസസ് എന്ന് പറയാം, അതിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഒത്തിരിയേറെ പാടങ്ങളുണ്ട് നമുക്ക് ഇന്ത്യയിൽ, ഇഷ്ടംപോലെ ഗ്രാമങ്ങളിൽ പാടങ്ങളാണ്. ആ പാടങ്ങളിൽ നിന്ന് അരിയുടെ തവിട് ശേഖരിച്ചിട്ട് അതിൽ നിന്നാണ് ഈ ഓയിൽ എടുക്കുന്നത്. ഈ ഓയില് നമ്മുടെ തവിടിന്റെ ഗുണം നമ്മൾ മലയാളി മറന്നുപോയി. പഴയ കാലത്ത് കഞ്ഞിവെള്ളവും നമ്മുടെ വീട്ടിലെ ചോറ്, അതായത് തവിടുള്ള ചോറും തിന്നുമ്പോൾ നമുക്കൊരു ഷുഗറും ഇല്ലായിരുന്നു, കൊളസ്ട്രോളും ഇല്ലായിരുന്നു, പ്രഷറും ഇല്ലായിരുന്നു അല്ലെ. അപ്പൊ ഈ പറയുന്ന തവിടിന്റെ ഗുണം അങ്ങനെ തന്നെ നമ്മളുടെ ഓയിലിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ തവിടിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്, റൈസനോൾ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കുറെ സാധനങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ വിദ്യാഭ്യാസം ഉള്ളവർ അതിനകത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ അറിവ് കൂടുന്ന ആൾക്കാരുണ്ടാവും. ട്രാൻസ്ഫാറ്റ് ഫ്രീ ആണെന്നും കൂടെ എഴുതി വെച്ചേക്കുമ്പോൾ അത് മനസ്സിലാവുന്ന ആളുണ്ടാവും, അതും കൂടെ നമ്മളൊന്ന് ഉറക്കെ പറയുക. അപ്പൊ ഈ ഒറൈസനോൾ എന്താണെന്നും കൂടെ നമ്മളൊന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഞാനിപ്പോ അത് എക്സ്പ്ലെയിൻ ചെയ്യണില്ല. ഫ്രീ റാഡിക്കൽ എന്താണ്, അതുപോലെ ആന്റി ഓക്സിഡന്റ് എന്താണ്, അതിൽ ഒറൈസനോളിന്റെ പങ്ക് എന്താണ്, അങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഒരു 36 തരം രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ള, നമ്മുടെ ജീവിതശൈലി കൊണ്ട് നമ്മൾ വിളിച്ചു വരുത്തുന്ന 36 തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊലിയിൽ തുടങ്ങി നമ്മുടെ ഗട്ടിൽ, നമ്മുടെ ആമാശയം, ഇൻഡസ്റ്റൈൻ എല്ലാത്തിലും തുടങ്ങിയിട്ട് അതുപോലെ തന്നെ നമ്മളുടെ ഓരോ അവയവത്തിനെയും, കൊളസ്ട്രോൾ തുടങ്ങിയ ഓരോ കാര്യത്തിലും നമുക്ക് വരുന്ന ജീവിതശൈലി രോഗങ്ങളെ 36 തരം രോഗങ്ങളെ തടഞ്ഞു നിർത്താനായിട്ട് അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ കുപ്പിയിലെ ഓയിൽ ഒന്ന് മാറ്റി ഈ ഹെൽത്ത് ഗാർഡ്, ഈ അമൃത് ഒന്ന് ഉപയോഗിച്ചാൽ മതി എന്ന് അവരോട് കൃത്യം പറഞ്ഞു കൊടുക്കുക. അപ്പം അവർക്ക് അത് മനസ്സിലാവും. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ വിലയും നമ്മളൊന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം ഈ പ്രൊഡക്റ്റിനോട് ഒരു സ്നേഹമായി. ഞാൻ പറഞ്ഞു അവർ വിലയും കൂടെ നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ കമ്പയർഡ് ടു വെളിച്ചെണ്ണ നമുക്ക് ഇതിന്റെ വില ഭയങ്കര പകുതിയോളമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഈസിലി ഇപ്പം പറയാതെ തന്നെ ആൾക്കാർ വാങ്ങാൻ തുടങ്ങി. എന്നാലും നമുക്ക്
നമുക്കത് ഈസിലി നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗിപ്പിക്കാനായിട്ട് അവരെ സാധിപ്പിക്കും. പിന്നെ അപ്പൊ നമ്മള് കുക്കിംഗ് കംപ്ലീറ്റ്ലി മാറ്റിപ്പിക്കാനായിട്ട് നമ്മളൊരു ശ്രമം നടത്തി അതിൽ കുറച്ചു പേരെങ്കിലും അത് മനസ്സായി ഏറ്റെടുത്തിട്ടുണ്ടാവും. പിന്നെ അടുത്തതാണ് ഇപ്പൊ പല വീടുകളിലും വൈകിട്ട് ഈ ഷുഗറും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പൊ എല്ലാവരും ചപ്പാത്തിയാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. സോ നമ്മുടെ കയ്യിൽ അതിനും നമുക്ക് ആട്ട എടുത്ത് കാണിക്കാം. എന്നിട്ട് നമുക്കതൊരു പരസ്യം ചോദിക്കാം. ആശീർവാദ ആട്ടയുടെ പരസ്യം അവർ തന്നെ പറയും 3 പ്രാവശ്യം കഴുകിയിട്ട് അത് തിരികല്ലി പൊടിച്ചുണ്ടാക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെ ആ പരസ്യം പറയും. നമുക്കാണ് ഇപ്പൊ പരസ്യം കാണാൻ നേരമില്ലാത്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ കാര്യം നമ്മൾ അവരെ കൊണ്ട് പറയിപ്പിച്ച് കഴിഞ്ഞിട്ട് പറയണം, നമ്മളുടെ ഈ കയ്യിലിരിക്കുന്ന ആട്ട ഇത് 2 കിലോയുടെ ആട്ടയാണ്, ഇത് വന്നിട്ട് എന്താണ്, ഇതും തിരികല്ലി പൊടിച്ചതാണ്, നിങ്ങൾ പറയുന്ന പോലെ തന്നെ തിരികല്ലി പൊടിച്ചതാണ്, ഇത് 8 പ്രാവശ്യം പ്രോസസ് കഴുകി എടുത്തതാണ്. അത് മാത്രമല്ല ഇതൊന്ന് ചെറിയ രീതിയിൽ ഒരു മോയ്സ്ചർ, അതായത് ഒന്ന് മുളപ്പിക്കും, അതായത് ഈർപ്പം കയറ്റിവിടും. ഈർപ്പം കയറ്റിവിടുമ്പോൾ എന്നാ സംഭവിക്കണേന്ന് അവരോട് ചോദിക്കണം. കാരണം എന്നാ, അവർ ഉറങ്ങിപ്പോരുത്. അപ്പൊ അതെന്നാ സംഭവിക്കണം അവരിങ്ങനെ ചിന്തിക്കുക. അപ്പൊ നമ്മൾ നിങ്ങൾ പയറൊക്കെ ഇങ്ങനെ കുതിരാൻ വെക്കൂലേ, വെള്ളം ഊറ്റി കളഞ്ഞേച്ച് കുതിരാൻ പിറ്റേ ദിവസത്തേക്ക് ഇങ്ങനെ വെക്കൂലേ, അപ്പൊ എന്നാ സംഭവിക്കണേന്ന് ചോദിക്കും. അപ്പൊ അവര് പറയും അത് മുളയ്ക്കും. അപ്പൊ ഞാൻ പറയും, നമ്മളും പറയണം, എന്ത് പറയണം, ഇതുപോലെയാണ് ഈ ഗോതമ്പ് ഇവർ ഇതുപോലെ ഈർപ്പം കയറ്റിവിടും, അതായത് ഒന്ന് ഒരു ചെറിയ നനവ് കൊടുക്കും. എന്നിട്ട് അവരൊരു 10-18 മണിക്കൂർ അതങ്ങനെ കീപ്പ് ചെയ്യും. കീപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത് മുളയ്ക്കും. മുളപ്പിച്ച പയറിനാണോ മുളയ്ക്കാത്ത പയറിനാണോ ഗുണം കൂടുതൽ എന്ന് ചോദിച്ചാൽ അവർ ചാടി പറയും മുളപ്പിച്ച പയറിനാണ്. അപ്പൊ നമ്മൾ പറയും ഇതുപോലെ മുളപ്പിച്ച ഗോതമ്പ്, മുളയുള്ള ജീവനുള്ള ഗോതമ്പ്, നമുക്കിവിടെ റേഷൻ കടയിൽ കിട്ടുന്ന ഗോതമ്പ് ഒന്ന് മുളപ്പിച്ച് നോക്ക് എന്നും കൂടെ നമുക്ക് സാവധാനത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും അവർക്ക്. ജീവനുള്ള ഗോതമ്പിന് മുള വരുത്തി അതിന്റെ ഗുണം കൂട്ടിയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, തിരികല്ലി പൊടിച്ചെടുക്കുന്നത്. അത് മാത്രമല്ല അതിനകത്ത് അയണും ഫോളിക് ആസിഡും കൂടെ, അതായത് ഗർഭിണികളൊക്കെ കഴിക്കുന്നത്, പ്രഗ്നന്റ് ലേഡീസിനൊക്കെ ഡോക്ടേഴ്സ് എഴുതി കൊടുക്കുന്ന അയണും ഫോളിക് ആസിഡും കൂടെ ഇതിനകത്ത് കുറച്ചും കൂടെ കൂടുതൽ ആഡ് ചെയ്തും കൂടെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതായത് കംപ്ലീറ്റ് ധാന്യത്തിനെ മുളച്ചു നിൽക്കുന്ന പരുവത്തിലുള്ള ധാന്യത്തിനെ മെഷീൻ മീൻസ് ഇൻ ദ സെൻസ് തിരികല്ലി പൊടിച്ച് നമുക്ക് കവറിലാക്കി നമ്മുടെ അടുത്തോട്ട് കിട്ടുന്നു. നമ്മൾ വിചാരിച്ച ഇവിടെ ഗോതമ്പ് പാടം ഇവിടെ അടുത്തുണ്ടോ, തമിഴ്നാട്ടിലുണ്ടോ, കേരളത്തിൽ പിന്നെ പോട്ടെ, ഉണ്ടോ, എവിടെയെങ്കിലും ഉണ്ടോ? നമുക്ക് നോർത്ത് ഇന്ത്യയിലല്ലേ ഉള്ളൂ. അപ്പൊ പലരും പറയും ഞങ്ങൾ ഗോതമ്പ് വാങ്ങി കഴുകി പൊടിച്ച ഉണ്ടാക്കണേന്നൊക്കെ പറയും. അപ്പൊ അതിനുള്ള മറുപടിയും നമുക്ക് പറയാൻ പറ്റും, നമ്മൾക്ക് ഇവിടെ ഒന്നും കിട്ടാനില്ല. അപ്പൊ അവിടെ നിന്ന് നോർത്തിൽ നിന്ന് ഈ ഗോതമ്പ് വരണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഈ ചെള്ളും മറ്റു സാധനങ്ങളും ഒക്കെ, ചെള്ളെന്നൊക്കെ പറഞ്ഞാൽ പല വാക്കുകൾ കാണാം, അതായത് കുത്തം പിടിച്ചു പോവാതെ ചീത്തയായി പോവാതിരിക്കാനുള്ള പെസ്റ്റിസൈഡ് കുറെ അതിനകത്ത് അടിച്ചിട്ടുണ്ടാവും. അതായത് കർഷകർ കുറെ തളിക്കുണ്ടാവും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഈ ഗോതമ്പ് ഇവിടം വരെ ചീത്തയാവാതെ വരാൻ വേണ്ടിയിട്ട് വലിയ ട്രെയിനിനകത്തൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നത്, അതിനകത്തൊക്കെ ഈ എലിയും മറ്റു സാധനങ്ങളും ഉറുമ്പും അതുപോലെ തന്നെ ചെള്ള് കുത്തം പിടിച്ചു പോവാതെയൊക്കെ ഇരിക്കാൻ വേണ്ടി എന്തോരു സാധനങ്ങൾ തളിച്ചിട്ട് ഇങ്ങോട്ട് എത്തണത്. പഴയ കാലത്ത് DDTയുടെ 4 ഇരട്ടി 4 ഇരട്ടി വിഷാംശമുള്ള സാധനങ്ങൾ തളിച്ചിട്ടാണ് ഈ സാധനം വന്നത്. എന്നിട്ട് ഇതെവിടെ ഇങ്ങനെ ഇരിക്കണത്? അത് ഓർത്ത് നോക്കുക. ഹോൾസെയിൽ കടകളിലൊക്കെ ഇത് ഇരിക്കണ കണ്ടാൽ നമുക്ക് എലികൾ ഇങ്ങനെ ഓടുകയായിരിക്കും അതിന്റെ അകത്തേക്ക് കിടന്നിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തുനിന്ന് പിന്നെ റേഷൻ കടയിലെ കാര്യങ്ങൾ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ച് എത്ര കഴുകിയാലും ഇതിന്റെ അകത്ത് അടിച്ചേക്കുന്ന വിഷാംശങ്ങളെല്ലാം പോവോ? കഴുകിയാ പോവോ? ചിന്തിച്ചു നോക്കിയേ. ഒരു പരിധിയില്ലേ? അപ്പൊ നമുക്ക് നമ്മളുടെ തൊട്ടടുത്ത്, ഇപ്പം വിനിത മാം ഒക്കെ പറഞ്ഞ പോലെ ഇപ്പൊ ഓരോ സ്ഥലത്തും പുതിയ പുതിയ ഷോപ്പാ. അപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് നമുക്ക് ഇതുപോലെ ഷോപ്പുകൾ ഉള്ളപ്പോ, അവർ എന്തായാലും അല്ലെങ്കിൽ ഈ ഹോം മീറ്റിംഗ് നടത്തുന്ന ആളുടെ കയ്യിൽ ഇത് ഉള്ളപ്പോ എന്ത് ചെയ്യും? അപ്പൊ ഈ പറയുന്ന ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പൊ നമ്മള് വിളമ്പുന്ന ഭക്ഷണം പോഷകങ്ങളുള്ളതും ഒപ്പം വിഷാംശം ഇല്ലാത്തതുമായ ഭക്ഷണം നമുക്ക് വിളമ്പി കൊടുക്കാൻ പറ്റും. വൈകിട്ടത്തെ ചപ്പാത്തി ആണെങ്കിൽ പോലും, അല്ലെ? പഴയ കാലത്തൊന്നും ഈ ചപ്പാത്തി പരിപാടി ഒന്നും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നില്ല, അല്ലെ? പക്ഷെ ഇപ്പൊ ചപ്പാത്തി ഒരു പോപ്പുലർ സാധനമാണ്. അപ്പൊ അതുപോലും നമ്മൾ പോഷക സമൃദ്ധമായിട്ടും ഒപ്പം തന്നെ എന്താണ്, നമുക്ക് വിഷാംശമില്ലാത്തതുമായ എന്ത് കൊടുക്കാൻ പറ്റും? ചപ്പാത്തിയോ അല്ലെങ്കിൽ ആട്ട ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്രോഡക്ട്സോ സാധനങ്ങളോ റെസിപ്പീസ് വെച്ചിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത് നമുക്ക് അവരുടെ അടുത്ത് എത്തിക്കാം. അപ്പൊ 2 പ്രോഡക്റ്റ് ഓൾറെഡി പറഞ്ഞു, റൈസ് ബ്രാൻ ഓയിൽ പറഞ്ഞു, ഒപ്പം തന്നെ എന്ത് പറയാം, നമുക്ക് ഈ പറയുന്ന ആട്ട പറയാം. ഈ റൈസ് ബ്രാൻ ഓയിൽ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഗാമ ഒറൈസനോൾ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് പറയണം, അതിന്റെ ഗുണം പറയണമെന്ന് ഞാൻ പറഞ്ഞപ്പോ അതിന്റെ ഫ്രീ റാഡിക്കളും ആന്റി ഓക്സിഡൻസും എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞപ്പോ എന്നോട് അഖില മാം പ്രത്യേകം പറഞ്ഞു സയൻസ് കൂടുതൽ എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് അത് അവിടെ വെച്ച് കട്ട് ചെയ്യുന്നത്. അപ്പൊ ആ പ്രോഡക്റ്റ്, അപ്പൊ നമുക്ക് ഗാമ ഒറൈസനോളും കൂടെ കയ്യിലെടുത്ത് കാണിച്ചു കൊടുക്കാം ഇത് എന്തിനൊക്കെ സഹായിക്കും. ഇത് നമ്മള്
നമുക്ക് ആഗ്രഹമുള്ളവർക്ക്, ഈ കൂട്ടത്തിൽ ആഗ്രഹമുള്ളവർക്ക്, ഇതിപ്പം ഒറ്റയടിക്ക് ഇവരിത് ഗുളിക രൂപത്തിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ കഴിക്കണം എന്നൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ട് അവരെ കാണിച്ചു കൊടുക്കാൻ പറ്റും. കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും, തൈറോയിഡ് കൺട്രോൾ ചെയ്യാനും, ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും, BP കൺട്രോൾ ചെയ്യാനും ഒക്കെ ഇത് സഹായിക്കും എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് അവർക്ക് കൊടുക്കാം. കാരണം ഇത് ഗുളിക രൂപത്തിൽ കണ്ട ഒരാളും വാങ്ങണമെന്നേ ഇല്ല. അപ്പൊ നമ്മൾ അതും കൂടെ പാരലി ഒന്ന് പറഞ്ഞു പോയിച്ച് നമ്മൾ ആട്ടയിലേക്ക് കയറി. ആട്ടയെ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാൻ പറ്റുന്നതാണ്, മിക്ക ആളുകളും പ്രായമുള്ള ആളുകളാണ്, എസ്പെഷ്യലി സ്ത്രീകളാണ്, കാൽസ്യം കുറവാണ്, 40 വയസ്സൊക്കെ കഴിഞ്ഞു, പല്ലിനൊക്കെ പോട് തുടങ്ങി. അപ്പൊ ദാണ്ടെ ഇങ്ങനെ ഒരു പേസ്റ്റിനെ നമുക്ക് പറയാൻ പറ്റും. മോണപുളിപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചാൽ നമ്മൾ എന്ത് പറയാം, സെൻസോഡൈന്റെ കാര്യം അവർ തന്നെ ഇങ്ങോട്ട് പറയും. എന്നാ വില അതിന് ഡോക്ടർ അത് എഴുതി തന്നെ. ഈ വില മാത്രമല്ല, അതിന് ചെറിയ എന്തും കൂടെ ഉണ്ട്, ചെറുതല്ലാത്ത സൈഡ് എഫക്ട്സും കൂടെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ വരുന്നുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട്, നമ്മളുടെ പേസ്റ്റിന്റെ 8ഓളം ആയുർവേദ ചേരുവകൾ ചേർത്ത നമ്മളുടെ പേസ്റ്റും അതിന്റെ വിലയും, സെൻസോഡൈനിന് ഒരു 75 ഗ്രാമിന് 130 രൂപയാണ് വിലയെങ്കിൽ, നമ്മളുടെ 100 ഗ്രാമിന്റെ നമ്മളുടെ പ്രോഡക്റ്റിന്റെ വില വരുന്നത് കാവിഗോ ഓൾറൗണ്ടർ എന്നുള്ള പേരിൽ നമ്മൾക്ക് വാങ്ങാൻ പറ്റുന്ന 50 രൂപയാണെങ്കിൽ അവരോട് MRP പറയുകയാണെങ്കിൽ പോലും 68 രൂപയാവുന്നുള്ളൂ, അല്ലെ? അപ്പോ ഇത് നമുക്ക് അവരെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അപ്പം 8ഓളം ആയുർവേദ ചേരുവകൾ അല്ലെങ്കിൽ ഔഷധ സസ്യങ്ങളിലെ സത്തുകൾ ചേർന്ന ഈ പറയുന്ന പേസ്റ്റ് വെച്ച് വൈകുന്നേരങ്ങളിൽ നന്നായി പല്ല് തേച്ച് കിടന്നാല് ഒരു കാര്യം ഗ്യാരണ്ടി ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പൊ പല്ലിന്റെ കേടുണ്ടെങ്കിൽ ആ കേട് പിന്നീട് കൂടി കൂടി വരില്ല എന്നുള്ളത് ഗ്യാരണ്ടി ചെയ്യാം. പുതിയ പോടുകളൊട്ട്, പല്ലിന് കേടുകളൊട്ട് ഉണ്ടാവോ ഇല്ല, ഇത് നമുക്ക് അവരോട് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ പല്ലുവേദന ഉള്ളപ്പോൾ നമുക്ക് ഈ പേസ്റ്റ് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളും നമ്മളായിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസുകളും എല്ലാം നമുക്ക് അവരുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇപ്പം നമ്മൾ കുക്കിംഗ് ഓയിൽ മാറ്റി, അതുപോലെ തന്നെ നമ്മൾ ആട്ട നമ്മളുടെ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പൊ നമ്മൾ പേസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന നമ്മളുടെ വൈകുന്നേരം ഉപയോഗിക്കുന്ന പേസ്റ്റിന്റെ ഒപ്പം തന്നെ കൂട്ടിച്ചേർത്ത് നമുക്ക് മോർണിംഗ് ടൈമിൽ ഉപയോഗിക്കുന്ന പേസ്റ്റും കൂടെ അവരുടെ മുന്നിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഓയിലും ആട്ടയും പേസ്റ്റും വാങ്ങാതെ അവരിവിടുന്ന് ഇറങ്ങുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് അവരോട് പറയുന്നതെന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അവരതൊന്ന് പരീക്ഷണാർത്ഥം എങ്കിലും ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. ക്ലിയർ ആവുമെന്ന് വിചാരിക്കണു. ഇനി അടുത്തത് എനിക്കിങ്ങനെ എന്നാ പറയണ്ടേ, ഇത് പ്രോഡക്റ്റുകളെ പറ്റി പറയാനാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാൻ അടുത്തടുത്ത പ്രോഡക്റ്റുകളിലേക്ക് പോവുകയാണ്. ഞാൻ നേരെ വീണ്ടും കുക്കിങ്ങിന്റെ മഞ്ഞൾപ്പൊടിയിലേക്ക് പോവുക, കാരണം അത് പറയാതെ എനിക്ക് പറ്റത്തില്ല. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. അതിനകത്ത് മഞ്ഞൾപ്പൊടി നമുക്കറിയാം, മഞ്ഞൾപ്പൊടിയുടെ ഒരു സവിശേഷത, ഈവൻ നമ്മുടെ പല വീടുകളിലും, നാട്ടുമ്പുറത്താണ് ഇപ്പൊ നമ്മൾ ഹോം മീറ്റിംഗ് വെക്കുന്നെങ്കിൽ പല വീടുകളിലും മഞ്ഞൾ ഉണ്ടാവും. അവരത് പുഴുങ്ങി ഉണക്കി പൊടിച്ചിട്ടായിരിക്കും അവരുടെ വീട്ടിൽ മഞ്ഞൾപ്പൊടി ഉണ്ടാവുന്നത്. അപ്പൊ ഈ മഞ്ഞൾപ്പൊടിയുടെ പ്രത്യേകത നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം. ആക്ച്വലി മരുന്നിന് ഈ പറയുന്ന നാട്ടുംപുറത്താണെങ്കിൽ പോലും മഞ്ഞൾപ്പൊടി എങ്ങനെയാ ശരിക്കും ഉപയോഗിക്കണേന്ന് അറിയാവോ? അവരോട് ചോദിക്കണം. അതിൽ ആരെങ്കിലും പഴയ ആളുകൾ മറുപടി പറയുമായിരിക്കും. മരുന്നിന് വേണ്ടി മാറ്റിവെക്കുന്ന മഞ്ഞൾപ്പൊടി തയ്യാറാക്കുന്നത് നോർമലി കറിക്കെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോലെയല്ല. അവരെന്താ ചെയ്യുന്നത്? പുഴുങ്ങി ഉണക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് കറിക്കെടുക്കുന്നതെങ്കിൽ മരുന്നിന് വേണ്ടി മാറ്റിവെക്കുന്നത് അവര് അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. സി, അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഗുണം കൂടുതൽ ഏതാ? മരുന്നായിട്ട് ഉപയോഗിക്കുമ്പം ഗുണം കൂടും. വയറിനൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇച്ചിരി തേനും മഞ്ഞൾപ്പൊടിയും കൂടെ ഒക്കെ കഴിക്കുമല്ലോ ആൾക്കാർ. അതുപോലെ പല പല കാര്യങ്ങൾക്ക് മഞ്ഞൾപ്പൊടി നമ്മൾ നാട്ടുവൈദ്യമായിട്ട് ഉപയോഗിക്കണ്ടല്ലോ. അപ്പൊ അവര് ഈ മഞ്ഞൾപ്പൊടി തയ്യാറാക്കി വെക്കുന്ന, പഴയ കാലത്തെ കാരണവന്മാര് തയ്യാറാക്കി വെച്ചിരുന്നത് അങ്ങനെയായിരുന്നു. അപ്പോ ഇതേ രീതിയിലാണ് നമ്മൾക്ക് RCMൽ നിന്ന് കിട്ടുന്ന മഞ്ഞൾപ്പൊടി. ഏത് രീതിയില്? അരിഞ്ഞുണങ്ങി, പുഴുങ്ങുന്നില്ലേ അവിടെ, അത് വെയിലത്തിട്ട്, രാജസ്ഥാനിലൊക്കെ നല്ല കൊടും ചൂടാണ്, ആ വെയിലത്തിട്ട് ഉണങ്ങി എടുത്ത് പൊടിക്കുന്ന പ്യോർ മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് കിട്ടുന്നത്. മരുന്നിന് തുല്യമായിട്ടുള്ള അത്രക്കേറെ ഗുണമുള്ള മഞ്ഞൾപ്പൊടിയാണ് നമ്മൾക്ക് നമ്മളുടെ കയ്യിലോട്ട് കിട്ടുന്നത്. ഇത് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുത്തേ പറ്റുള്ളൂ. മല്ലിപ്പൊടി ആണെങ്കിലും നമുക്കറിയാം, ഇവിടെയൊക്കെ നിങ്ങൾക്ക് പല പല കമ്പനികൾ, എറണാകുളം ഏരിയയിലാണെങ്കിൽ 2-3 കമ്പനി ഉണ്ട്. ഇതിന്റെ ഈ മല്ലിപ്പൊടിയുടെ ഒക്കെ എക്സ്ട്രാക്ട് എടുത്തേക്കും. എക്സ്ട്രാക്ട് എടുത്തിട്ട് എസൻസ് എടുത്തിട്ട് അവര് അത് വേറെ കാര്യങ്ങൾക്ക് വേണ്ടി എക്സ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യും. എന്നിട്ട് ഈ ചണ്ടിയാണ്, ഈ മല്ലിയുടെ ചണ്ടിയാണ് അവർ പൊടിച്ചിട്ട് നമ്മൾക്ക് മല്ലിപ്പൊടിയായിട്ട് തരുന്നത്. മല്ലിയൊക്കെ ശരിക്കും എന്തിനാ കറി ചേർക്കണേ?
രുചിക്ക് മാത്രമല്ല, മല്ലിക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ. നിങ്ങളൊന്ന് ഗൂഗിൾ അടിച്ച് നോക്കിയാൽ മതി. നമ്മളുടെ ഡൈജഷൻ തുടങ്ങി നമ്മളുടെ ഇൻഫ്ലമേഷൻ തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്ത്, മല്ലിപ്പൊടി. നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ കുക്കിങ്ങിൽ നിർബന്ധമായിട്ടും ചേർക്കേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് പെട്ട ഒരു സാധനമാണിത്. പക്ഷെ അതല്ല, കറി തയ്യാറാക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കുന്നത് അത് വയറിൽ ആ ഡൈജഷൻ കറക്റ്റ് ആവാൻ തുടങ്ങി നമ്മളുടെ ശരീരത്തിലെ ഓരോ കാര്യങ്ങൾക്കും ഗുണകരമാവാൻ വേണ്ടിയിട്ട് ഈ മല്ലിപ്പൊടി ചേർക്കണേ. പക്ഷെ വന്ന് 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 എന്തായി, ആ കറികളിൽ ചേർക്കുന്ന മല്ലിപ്പൊടിക്ക് സത്തില്ലാണ്ടായിപ്പോയി. നമുക്ക് സത്തുള്ള മല്ലിപ്പൊടി കിട്ടിയാൽ നല്ലതല്ലേ? പലരും കഴുകി ഉണങ്ങി പൊടിക്കണ്ടാവും, പക്ഷെ കിട്ടുന്ന മല്ലി ഏതാണ്? അതിന്റെ ഷേപ്പിന് പോലും മാറ്റം വരില്ല. ഈ കുരുമുളക് ആയിക്കോട്ടെ, മല്ലി ആയിക്കോട്ടെ, മുളകായിക്കോട്ടെ, ഇതിനകത്തുനിന്ന് ആ കമ്പനികളിലെ പ്രത്യേക മെഷീൻ വെച്ചിട്ട് ഇതിന്റെ നീര് ഊറ്റിയെടുക്കും, എക്സ്ട്രാക്ട് ഊറ്റിയെടുക്കും, എസൻസ് ഊറ്റിയെടുക്കും. ആ ഷേപ്പിന് ഒരു മാറ്റവും ഇല്ല. അങ്ങനെ കിട്ടുന്നേ. അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കണോ? എന്റെ അടുക്കളയിൽ ഞാൻ അത് ഉപയോഗിക്കണോ? അതോ ശരിയായ മല്ലി, ജീവനുള്ള മല്ലി പൊടിഞ്ഞത് എനിക്ക് ഉപയോഗിക്കാൻ കിട്ടുമെങ്കിൽ ഞാൻ അത് ഉപയോഗിക്കണം? ഈ ഒരു ചോദ്യം നമ്മൾ അവരോട് ചോദിക്കുക. ഇപ്പൊ എത്രയായി ഓരോ പ്രോഡക്റ്റ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് അടുത്തത് പറയാൻ പറ്റുന്നത്, ഇപ്പം കുക്കിങ്ങിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു, കുറച്ചൊക്കെ പറഞ്ഞു, 2-3 സാധനങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ പല്ലിന്റെ മോണയുടെയും ഒക്കെ ഗുണത്തിനുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒപ്പം തന്നെ നമുക്ക് പറയാവുന്ന വേറൊരു സാധനമുണ്ട്. ഒപ്പം നമ്മുടെ മരുന്ന് ശേഖരത്തിലേക്ക് ആളുകൾ എടുത്തു വെക്കുന്ന രീതിയിൽ കൊണ്ടുവന്ന് വെക്കും പഞ്ചതുളസി, അല്ലെ? ഒരു ചുമയോ ജലദോഷമോ പനിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ തുളസി, പഞ്ചതുളസി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് 5 തുളസി 5 തുളസി ഉണ്ടെന്നൊക്കെ അവരോട് നമുക്ക് നേരെ പറയാം. തുളസിയുടെ ഗുണം അവരെ പറഞ്ഞു പഠിപ്പിക്കേണ്ട. ഒരു മലയാളീനെ നമ്മൾ തുളസിയുടെ ഗുണം പറഞ്ഞു പഠിപ്പിക്കേണ്ട. അപ്പൊ ഞാനിങ്ങനെ കുക്കിങ്ങിന്റെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ഇടകലർത്തിയാട്ടോ പറയണേ. കാരണം സമയം തീരണ അനുസരിച്ച് എനിക്ക് നിർത്താൻ വേണ്ടിയിട്ട്, അല്ലാതെ ഒരു സെഗ്മെന്റ് മാത്രം പറഞ്ഞു പോവുമല്ല. അതുകൊണ്ടാണ് മിക്സ് ചെയ്ത് പറയുന്നത്. ടീ പൗഡർ ഒക്കെ എന്റെ ലിസ്റ്റിലുണ്ട്, സമയം ഉണ്ടെങ്കിൽ ഞാൻ പറയാവേ. മെസ്സേജ് വന്നോണ്ട് അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഈ തുളസിയുടെ കാര്യം പറഞ്ഞു വരുമ്പോ, തുളസിയുടെ ഗുണം നമുക്ക് അവരാരും പറഞ്ഞാക്കണ്ട. ഒരു മലയാളീനെ തുളസിയുടെ ഗുണം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ തുളസിയുടെ നീരിങ്ങനെ അവൈലബിൾ ആണെന്നും അത് നമ്മളിങ്ങനെ അതിന്റെ ഉപയോഗ രീതിയും നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോ അത് തന്നെ ആളുകൾ വാങ്ങിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇത്ര വിലയുള്ളൂ. ഇത് അവരുടെ മരുന്ന് പെട്ടിയിൽ വെക്കണ പോലെ ഇത് സൂക്ഷിച്ചു വെക്കും. മക്കൾക്ക് ഒരു ജലദോഷമോ ചുമയോ വയ്യായികയോ വന്നു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കാനും, അല്ലെങ്കിൽ റെഗുലർലി ഉപയോഗിക്കാനായിട്ടാണെങ്കിലും, അല്ലെങ്കിൽ അതുപോലെ ആവി പിടിക്കുമ്പോൾ ഉപയോഗിക്കാനൊക്കെ ആയിട്ടാണെങ്കിലും, ഇത് എന്നൊക്കെ പറഞ്ഞ ഒരു നാച്ചുറൽ വേയിൽ അങ്ങ് പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ ഇവരത് ഉറപ്പായിട്ടും ഒരു കുപ്പി, അതായത് അതിന്റെ ഒരു തുള്ളി, ഒരു ശകലം മതിയിലോ, 5 തുള്ളി മാക്സിമം, അപ്പൊ അത് മതിയിലോ, അപ്പൊ അതുകൊണ്ട് അവര് വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അവരത് മനസ്സിലാക്കിയിട്ടേ പോവുള്ളൂ, നോക്കി വെച്ചിട്ടേ പോവുള്ളൂ. കൈ പൈസ ഇല്ലെങ്കിൽ നോക്കി വെച്ചിട്ട് പോവുള്ളൂ. അപ്പൊ ഇത് അവരുടെ തലയിൽ നിൽക്കും. ഒരു ബുദ്ധിമുട്ട് വന്നു കഴിയുമ്പോൾ ഇത് ഉപയോഗിക്കാം എന്നുള്ള ഒരു കാര്യം അവരുടെ തലയിൽ നിൽക്കും. തുളസിയാണ് കൂടുതലും നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുത്തില്ലെങ്കിൽ പോലും അവര് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും തുളസിയുടെ കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ തുളസി നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ് ഈ ഗുഡ് സിപ്പ് ഒന്ന് പറഞ്ഞു കൊടുക്കാം. അത് അവർക്ക് ഒരു പരിചയവും കാണത്തില്ല. അപ്പൊ ഇത്രയൊക്കെ പറയുമ്പോഴത്തേനും നമ്മളോട് ചെറിയൊരു അടുപ്പമൊക്കെ ആയി കാണും. ഇനി അവർക്ക് പരിചയമില്ലാത്തൊരു സാധനമാണ് ഗുഡ് സിപ്പ്. ബാക്കി ഞാൻ പറഞ്ഞതൊക്കെ അത്യാവശ്യം എല്ലാം അറിയണ സാധനങ്ങളാണ്, അവർക്ക് നിത്യജീവിതത്തിൽ വേണ്ടതാണ്. ഈ ഗുഡ് സിപ്പ് ഇവരെ കാണിക്കുമ്പോൾ നമ്മൾ പറയാം, ഒരു ഛർദിയോ അല്ലെങ്കിൽ വെറുതെ ഒരു ക്ഷീണോ ഒക്കെ വന്ന് കിടക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു തലകറക്കം പോലത്തെ ഒരു അവസ്ഥ, എന്നാൽ തല കറങ്ങണമില്ല, എന്താണ്ടൊക്കെ ഒരു വയ്യായികളൊക്കെ വരുമ്പോൾ നമ്മൾ എന്തൊന്നും ചെയ്യണേ? ഇച്ചിരി പലരും ചെയ്യണ ഒരു പരിപാടിയാണ് നാരങ്ങ വെള്ളത്തിൽ ഉപ്പും പഞ്ചസാര ഇട്ടിട്ട് കലക്കിയിട്ട് കുടിക്കും. ഇച്ചിരി തണുത്ത രീതിയിൽ അതങ്ങോട്ട് കുടിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു എനർജി ലെവൽ കയറി വരും, അല്ലെ? അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ നാരങ്ങ വെള്ളവും നാരങ്ങയും ഒന്നും അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. ഗുഡ് സിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് അവരെ കാണിച്ചു കൊടുക്കുക. വളരെ ചെറിയ വിലയുള്ളൂ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് ക്ഷീണം മാറാനായിട്ട് ഭയങ്കര നല്ലതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരത് വാങ്ങിക്കും. ക്ഷീണം മാറാം. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് പറയാം, ഈ നാരങ്ങ വെള്ളം നമ്മൾ ഉണ്ടാക്കി കുടിക്കുന്ന പോലെ ഇതിനകത്ത് നാരങ്ങ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ ജീരകം ഉണ്ട്. അപ്പൊ ജീരകത്തിന്റെ ഒന്നും ഗുണം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നെല്ലിക്ക അടങ്ങിയിട്ടുണ്ട്, തുളസി ഉണ്ട്, കറ്റാർവാഴയുണ്ട്, കുരുമുളകുണ്ട്, ചുക്കുണ്ട്, തിപ്പലി ഉണ്ട്, അതുപോലെ കുറച്ച് വിറ്റാമിനുകളും അതുപോലെ നമുക്ക് വേണ്ട ചെറിയ സിങ്ക് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് ആ ഒരു എനർജി ലെവൽ തിരിച്ചു കയറി പോരാനായിട്ട് ഈ ഗുഡ് സിപ്പ് വളരെ നല്ലതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിവസവും നമ്മൾ ഗുഡ് സിപ്പ് ഇച്ചിരി കുടിക്കണം, നല്ലതാന്ന് അവർക്കൊരു മെസ്സേജ് അവരുടെ തലയിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഈ ക്ഷീണമുള്ള സ്ത്രീകളായിരിക്കും ഇവിടെ ഇരിക്കുന്ന മിക്കവരും, അല്ലെ? ആരോട് പറയാൻ എന്നോർത്തിരിക്കുന്നവരായിരിക്കും. ഇച്ചിരി വയ്യായിക വരുമ്പോൾ വേറൊരാൾക്കാണെങ്കിൽ നാരങ്ങ വെള്ളം പിഴിഞ്ഞു കൊടുക്കാൻ ഇവരുണ്ടാവും, പക്ഷെ ഇവരുടെ ഒരു ആവശ്യത്തിന് വരുമ്പോഴത്തേനും ആരും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇച്ചിരി എന്താ പറയുന്നത്, കരിക്കും വെള്ളം കുടിക്കാനോ അങ്ങനെയൊക്കെ ആയിരിക്കും ആൾക്കാർ നോർമലി ഒരു നാട്ടുവൈദ്യത്തിൽ പോകുന്നത്. അപ്പൊ നമ്മളുടെ ഈ ഒരു പാക്കറ്റ് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആവശ്യത്തിനായിട്ടാണെങ്കിലും ഇവരൊരു പാക്കറ്റ് കയ്യിൽ കരുതും. അത് 100% ഉറപ്പാ എനിക്ക്.
അതൊന്നും വാങ്ങാതെ അവിടുന്ന് ഇറങ്ങൂല. നിങ്ങൾ ഇതൊക്കെ കഴിയുമ്പോ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിക്കോ, ഇവരൊക്കെ വാങ്ങുന്ന എന്ത് സാധനങ്ങളാണെന്നുള്ളത്. ഒരു മിനിറ്റ്. ഓക്കെ. ദെൻ ഇനി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, സ്ത്രീകൾ ഉള്ളപ്പോൾ തന്നെ കൂടുതലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവരുടെ നമ്മൾ പറയാൻ പോണത് ഇന്റിമേറ്റ് വാഷ് ആണ്. ഇന്റിമേറ്റ് വാഷ്. അപ്പം ഇതിനകത്ത് സീരിയലും അല്ലെങ്കിൽ സീരിയൽ ഞാൻ പറയില്ല, മീൻസ് TV കാണുന്നവരൊക്കെ ആണെങ്കിൽ വി വാഷ് അവർക്ക് അറിയാൻ പറ്റും അല്ലെ? അതിൽ പലർക്കും വി വാഷ് അറിയാൻ പറ്റും. പുതിയ തലമുറ ഇരിക്കണമെങ്കിൽ അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ ഇവര് മറ്റുള്ളവരോട്, എസ്പെഷ്യലി പഴയ തലമുറയിലെ ആൾക്കാർ, അവരുടേതായ പ്രൈവറ്റ് കാര്യങ്ങൾ ആരോടും പറയില്ല, സ്വന്തമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. എസ്പെഷ്യലി ഇച്ചിങ് ഒക്കെ ആയിരിക്കും അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് ഹൈജീൻ മര്യാദയ്ക്ക് കീപ്പ് ചെയ്യാൻ പറ്റണ്ടാവില്ല. അല്ലെങ്കിൽ പ്രായമാവും തോറും വയറൊക്കെ കൂടിയിട്ട് ഫാറ്റ് ഡെപ്പോസിഷൻ ഒക്കെ കൂടി കഴിഞ്ഞിട്ട് ആ ഇടുപ്പ് ഏരിയ കൂടുതൽ ഇടുങ്ങി വരുന്നത് കൊണ്ടും പിന്നെ ഡ്രസ്സിങ്ങിന്റെ പ്രത്യേകത കൊണ്ടും ഒക്കെ തന്നെ എന്താണ്, ആ പ്രൈവറ്റ് ഏരിയ അവർക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ട്, ഒരു ഇറിറ്റേഷനും ഒരു ഇച്ചിങ്ങും ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ ഇതിനൊരു പരിഹാരം അവരെ സംബന്ധിച്ച് വി വാഷ് കേട്ടിട്ടുണ്ടെങ്കിൽ അവർ ഒരു പക്ഷെ അത് വാങ്ങിച്ച് അവർ ഉപയോഗിക്കുന്നുണ്ടാവും. കേട്ടിട്ടില്ലെങ്കിൽ ഇതിനകത്ത് ഒട്ടുമിക്ക ആളുകൾക്കും അതിനെപ്പറ്റി ഒരു പരിഹാരം കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ, നമ്മൾ ചെയ്യുന്ന ഒരു സേവനവും കൂടെ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് പറയണം, ഇന്റിമേറ്റ് വാഷ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ എടുത്ത് കാണിച്ചു കൊടുക്കുക അവരെ. ഇത് ജെൻസിനും ഉണ്ട്, സ്ത്രീകൾക്കായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സ്ത്രീകളായിരിക്കും. അപ്പൊ നമ്മൾ സ്ത്രീകൾക്ക് ഉപയോഗിക്കാവുന്ന ഇന്റിമേറ്റ് വാഷ് എടുത്ത് കാണിക്കുക. അതിൽ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറയുക. നമ്മുടെ പാലിലൊക്കെ ഈ ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ചുപേരെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും, പാലിനകത്തൊക്കെ അടങ്ങിയേക്കുന്ന സാധനം. അതേ കൂട്ട് സാധനമൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പൊ അതെന്നാ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ആ പ്രൈവറ്റ് ഏരിയയിലൊക്കെ നമുക്ക് കുറച്ച് ദൈവമായിട്ട്, തമ്പുരാനായിട്ട് നമ്മളെ സൃഷ്ടിച്ചപ്പോ തന്നെ നമുക്ക് ആ ഏരിയ ഇച്ചിരി എന്താ പറയുന്ന, ഒരു അമ്ലതയുള്ള ഒരു ഏരിയ. സാധാരണ നമ്മളുടെ തൊലി പോലെ അല്ലല്ലോ അവിടെ. അപ്പൊ അവിടെ നമുക്ക് ആ ഏരിയയിൽ അണുക്കൾ വളരാതിരിക്കാൻ പാകത്തിനാണ് ആ ഏരിയ സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്ഥിരം ഇങ്ങനെ സോപ്പൊക്കെ ഉപയോഗിക്കുന്നത് മൂലം ആ ഏരിയ അങ്ങനെ അല്ല, അവിടുത്തെ സ്കിന്നിന്റെ വ്യത്യാസം, അതിന് സ്കിന്നിന് മാറ്റം വന്നു പോയിട്ടുണ്ടാവും. അപ്പൊ ഇച്ചിരി അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ pH കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഞാൻ പറയുന്നത് അത്രയ്ക്കും എന്നാ പറയണ്ടേ, ഒട്ടും മനസ്സിലാവാത്ത ആൾക്കാർക്ക് മനസ്സിലാവാൻ പാകത്തിനാണ് ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം പ്രോഡക്റ്റ് വൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ pH കാര്യങ്ങളും പറയാനറിയാം. അപ്പൊ നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മളിങ്ങനെ സോപ്പിട്ടൊക്കെ അവിടെ വൃത്തിയാക്കി വെക്കാൻ ശ്രമിക്കും തോറും അവിടെ നമ്മളുടെ സ്വാഭാവികത നഷ്ടപ്പെട്ടു പോയിട്ട് അവിടെ നമുക്ക് ഹാനികരമായിട്ടുള്ള അണുക്കൾ വളരാൻ തുടങ്ങും. അതാണ് ഈ ചൊറിച്ചിലും നമുക്ക് അസഹ്യമായ ചൊറിച്ചില്, പിന്നെ നീറ്റല് പ്രശ്നങ്ങളിലേക്കൊക്കെ നീങ്ങി പോണത്. അപ്പൊ അതിന് ഉപയോഗിക്കേണ്ടത് സോപ്പല്ല, അതിനുപയോഗിക്കേണ്ട സാധനമാണ് നിങ്ങൾ ടിവിയിലൊക്കെ കണ്ടേക്കണ വി വാഷ് പോലെ. എന്നാൽ അതിനേക്കാളും മുന്തിയ രീതിയിലുള്ള ഈ പാലിനകത്ത് അടങ്ങിയേക്കുന്ന കണ്ടന്റ് ഉള്ള, അതേ കൂട്ട് കണ്ടന്റ് ഉള്ള സാധനങ്ങളുള്ള ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇന്റിമേറ്റ് വാഷ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്രയേറെ പ്രായമുള്ള ആളുകൾ പോലും, കാരണം ഇത് അവർക്കൊക്കെ പുതിയ കാര്യങ്ങളാണ്, അവരൊരിക്കലും ഒരു പുതിയ കാര്യം അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് അവർക്ക് വേണ്ടി വാങ്ങാനുള്ള ചാൻസ് കുറവാണ്. എന്നാൽ അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ വേറെ ആരോടും പറയുകയില്ല. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ രീതിയിൽ അവിടെ കുറച്ച് പ്രായമുള്ള ആൾക്കാർ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാം. കുറച്ച് പ്രായം കുറഞ്ഞ ആൾക്കാർ ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ pH ലെവൽ കമ്പാരിസൺ പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റ് നിർബന്ധമായിട്ടും ഒരു ഹോം മീറ്റിംഗ് പറഞ്ഞു കൊടുക്കണം. ഒരിക്കലും ഈ പ്രൊഡക്റ്റ് ഹോം മീറ്റിംഗ് പറഞ്ഞു കൊടുക്കാതെ ഇരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, മോസ്റ്റ്ലി ലേഡീസ് ആയിരിക്കും, അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇനി നമുക്ക് പറയാൻ പറ്റുന്നതാണ് മൾട്ടിപർപ്പസ് ക്രീം. നമുക്ക് പറയാൻ പറ്റും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, മൾട്ടിപർപ്പസ് ക്രീം ഇപ്പൊ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ക്രീമൊക്കെ പതുക്കെ ഉപയോഗിച്ച് തുടങ്ങിയ ആൾക്കാരാണ്. കേരളത്തിന്റെ കൾച്ചറൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. പക്ഷെ ഈ മൾട്ടിപർപ്പസ് ക്രീം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേനും നമ്മൾ അത് മനസ്സിലാക്കുക, ഇതിനകത്ത് എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്കിന്നിനെ എന്നാ ഭംഗിയാക്കി വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവരാ. അവിടെ ഞാൻ ഏറ്റവും ബേസ് ലെവലിലുള്ള ഈ മൾട്ടിപർപ്പസ് ക്രീം മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. വേറെ കുറെ പ്രോഡക്റ്റുകൾ നമുക്കുണ്ട് ഓഫ് കോഴ്സ്. അപ്പൊ നമ്മൾ അതിനകത്ത് നമുക്ക് ഇവരോട് പറയാൻ പറ്റും, കറ്റാർവാഴയാണ് ഇതിന്റെ അകത്ത് മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും. പിന്നെ കുറെ വൈറ്റമിനുകൾ ഉണ്ട്, 3-4 വൈറ്റമിൻ ഉണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് കാര്യം പിടികിട്ടും. വൈറ്റമിൻ ഇ ഒക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയുന്നതാണ്. കറ്റാർവാഴ പല രീതിയിൽ ഇവര് പൊട്ടിച്ചെടുത്ത് ചീന്തിയെടുത്ത് കുറെ ചൊറിഞ്ഞ്, ചിലർക്ക് അതൊക്കെ നേരെ അപ്ലൈ ചെയ്യുമ്പോൾ ചൊറിച്ചില് പ്രശ്നങ്ങൾ, പിന്നെ കുറെ പേര് തൈര് അന്വേഷിച്ച് കിടക്കണു, കാപ്പിപ്പൊടി അന്വേഷിച്ച് കിടക്കണു, പിന്നെ കുങ്കുമപ്പൂ വാങ്ങിച്ച് ഉപയോഗിക്കുന്നു. അങ്ങനെ സ്കിന്നിനെ നന്നായിട്ട് നിലനിർത്താൻ വേണ്ടി കുറേയേറെ ശ്രദ്ധിക്കുന്ന ആൾക്കാരുള്ളപ്പം നമുക്ക് ഒറ്റയടിക്ക് വളരെ ചെറിയ റേറ്റില്
നമ്മൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഒരു സ്കിന്നിന് പ്രൊട്ടക്ഷൻ കിട്ടുന്ന, അത് നമ്മുടെ മുഖത്തായാലും മൊത്തം സ്കിന്നിലായാലും ഉപയോഗിക്കാവുന്ന ക്രീമായിട്ട് നമുക്ക് ഈ മൾട്ടിപർപ്പസ് ക്രീമിനെ കാണിക്കാം. ഇനി പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് പൊള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ അവിടെ എടുത്തിട്ട്, ഇനി നിങ്ങൾ പേസ്റ്റ് ഒന്നും തപ്പി നടക്കണ്ട, ഈ കറ്റാർവാഴയുടെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ നമുക്ക് തണുത്ത് വരില്ല, നീറ്റിൽ ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. കാരണം നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് പറയാമല്ലോ. അതുപോലെ ഈ മുഖത്തൊക്കെ ഉള്ള ഈ ചിക്കൻ ബോക്സ് വന്ന പാടുകൾ, അല്ലെങ്കിൽ മറ്റു പല പല പാടുകളൊക്കെ ഉണ്ടായേക്കണത്, അല്ലെങ്കിൽ കയ്യിലൊക്കെ പൊള്ളിയ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ അത് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ലോങ് ടൈം ആപ്ലിക്കേഷനിൽ ഈ പറയുന്ന പാടുകളെല്ലാം പോകുന്ന കാര്യങ്ങളും നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാം ചെറിയ ചെറിയ 10 രൂപയുടെ തുടങ്ങിയിട്ട് ചെറിയ പ്രോഡക്റ്റുകളും ഉണ്ട്, ചെറിയ വോളിയത്തിലുള്ളതും ഉണ്ട്, കുറച്ചുകൂടെ വലുതും ഉണ്ട്. അപ്പൊ അവിടെ ഇരിക്കുന്നവരിൽ ഒരു ആകാംക്ഷ വരും, ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കണം എന്നുള്ളൊരു ആകാംക്ഷ വരും അപ്പോഴത്തേനും. ഇനി ഒരു 5 മിനിറ്റും കൂടെ ക്ലാസ്സിനുള്ള ടൈം ഉള്ളൂ. സോ ആരോ ടൈപ്പ് ചെയ്തുകൊണ്ട് തേയില പറയാതെ പോരുത്. ശരിയാണ്. കാരണം തേയില ഇഷ്ടപ്പെട്ടിട്ട് RCMൽ വന്ന ഒത്തിരി പേരുണ്ടാവും. അപ്പൊ നമ്മൾ ഹോം മീറ്റിംഗിൽ തേയില പറയാതിരുന്നാൽ ശരിയാവത്തുമില്ല, അല്ലെ? തേയില ഇഷ്ടപ്പെട്ടിട്ട് അടുക്കള കാണാത്ത ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വീട്ടിൽ ചെന്നിട്ട് ഫ്രണ്ടിൽ മാത്രം ഇരിക്കുന്ന അമ്മാവന്മാരുണ്ട്. അവരെന്തോ ചെയ്യും, ഈ ചായ കുടിച്ചു കഴിഞ്ഞ് കഴിയുമ്പം മിക്കവാറും ആ വീട്ടിലെ ലേഡി അടുക്കളയിൽ തന്നെ ആയിരിക്കും എന്തെങ്കിലും പണിയില്. അവിടെ വരെ ചെന്നേക്കുന്ന കഥകൾ വരെ എനിക്കറിയാം. മോളെ ഇത് ഏത് തേയിലയാന്ന് ചോദിച്ചിട്ട്. നിങ്ങൾക്കറിയാം, ഇവിടെ കേരളത്തിൽ തന്നെ ഒരു 2-3 സ്ഥലങ്ങളില് ഒരു റിയൽ ചോക്ലേറ്റിന്റെ ഒരു ഷോപ്പുള്ള ഒരു ടീമിനെ ഞങ്ങൾക്കറിയാം. അവരുപയോഗിക്കുന്നത്, അവർ ഈ ചോക്ലേറ്റ് വിഭവങ്ങൾ കൊടുക്കുന്നതിന്റെ ഒപ്പം അതിന്റെ ടേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ തേയില വെച്ചിട്ടുള്ള ചായയാണ് അവർ കൊടുക്കുന്നത്. ബ്ലാക്ക് ടീ വിത്തൗട്ട് ഷുഗർ. നമ്മുടെ തേയില അവർക്ക് പറ്റുള്ളൂ. അവരെന്തായാലും അത് വാങ്ങിച്ചിരിക്കും. എവിടെ നിന്നാണേലും അവരത് വാങ്ങിച്ചിരിക്കും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ആസാമിൽ നിന്നുള്ള തേയിലയാണ്. ഈ തേയില ഇനി മഴയും മഞ്ഞും തണുപ്പും ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ പലരുടെ നമ്മളുടെ ഈ അനുഭവങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ ആയിരിക്കും തേയിലയിൽ നമുക്ക് കുറച്ചും കൂടെ അവരെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇത് ശരിയാണല്ലോ, പലരും എത്ര പേര് പറയുന്ന ഈ തേയിലയുടെ ഗുണഗണങ്ങൾ, ടേസ്റ്റ്. ഈ ചായ കുടിച്ചിട്ട് പിന്നെ വേറെ ചായ കുടിക്കാൻ ഇഷ്ടമില്ലാത്ത എത്ര പേരുണ്ടാവും ഈ ചാറ്റ് ബോക്സിൽ. ഇപ്പൊ ഞാനൊന്ന് കമന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മെസ്സേജ് വരും. ഐ എം ഷുവർ ഞാനടക്കം എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ കമന്റ് ചെയ്യും. കാരണം അത്ര ടേസ്റ്റി ചായ. അതാണ് ആ ഒരു പ്രൈം ക്വാളിറ്റിയിലുള്ള 2 രീതിയിലുള്ള ചായപ്പൊടികൾ നമുക്ക് അവൈലബിൾ ആണ്. അത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന്, നമ്മുടെ മുഖത്തും നമ്മുടെ എക്സ്പ്രഷനിൽ നിന്നും വരണം ഈ തേയിലയുടെ ഗുണം. ഞാൻ ഒരിക്കലും ഒരു ഹോം മീറ്റിംഗിൽ ഇരിക്കുമ്പം വലിയ കാര്യങ്ങൾ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയരുത്. കാരണം ചായ എല്ലാവർക്കും ഒരു വീക്ക്നെസ്, ഓൾമോസ്റ്റ് എല്ലാവർക്കും, പഴയ തലമുറയില്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ്, നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് റിയലി നമ്മളുടെ മുഖത്ത് നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. നമ്മളുടെ ആക്ഷനിൽ അത് വരണം, നമ്മളുടെ അനുഭവങ്ങൾ അത് വരണം, അല്ലെ? സോ അപ്പോ ഇതിലായിരിക്കണം നമ്മളുടെ നമ്മളുടെ തേയിലയുടെ ഒരു എക്സ്പ്ലനേഷൻ പോകേണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം. സോ എനിക്ക് ഗാർഡൻ ഗോൾഡ് പറയാതെ നിർത്താൻ തോന്നണില്ല. കാരണം എന്നാക്ക് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീട്ടിലിപ്പോ ഒരു 10-12 ചെടിച്ചട്ടിയിൽ ചെടിയല്ല ഞാൻ പറയുന്നത്, കിച്ചൺ ഗാർഡൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പച്ചക്കറി തൈകള്, ഒരു 4 മൂട് മുളകും തക്കാളിയും അതുപോലെ തന്നെ വഴുതനങ്ങയും വെണ്ടയും, അത് നിങ്ങൾക്ക് എന്താണോ പയറോ കുറ്റിപ്പയറോ ബീൻസോ, പടർത്താൻ സ്ഥലമില്ലാത്തവർക്ക് എല്ലാം കുറ്റി സാധനങ്ങൾ വാങ്ങാൻ കിട്ടും. കുറ്റി ബീൻസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇപ്പൊ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പൊ അതിനെ നമുക്കൊന്ന് പരിപോഷിപ്പിക്കാൻ നേരം ഒട്ടും ഇല്ലാത്തവർക്കാണെങ്കിൽ പോലും ആഴ്ചയിൽ ഒരു ദിവസം 10 ഗ്രാം വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു വളം ഇട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഗാർഡൻ ഗോൾഡ് നമ്മൾ എന്ത് വന്നാലും പറയണം. കാരണം ഒട്ടും ചാണകം കിട്ടാൻ വഴിയില്ലാത്തവരുണ്ടാവും, കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വഴിയില്ലാത്തവരുണ്ടാവും, പിന്നെ അതും ഇതൊക്കെ പുളിപ്പിച്ചൊഴിക്കുമ്പോ ഭയങ്കര മണമായിരിക്കും അയൽവക്കത്തുള്ളവർക്കും വീട്ടുകാർക്കും. നമുക്ക് മാത്രമേ ചിലപ്പോൾ കിച്ചൺ ഗാർഡനിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. വീട്ടിലുള്ളവരുടെ ചീത്ത തുടങ്ങി അയൽവക്കത്തുള്ളവരുടെ മുഖം കറക്കിൽ തുടങ്ങി എല്ലാം കാണേണ്ടി വരും. അപ്പൊ ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ചെടിക്ക് ഗുണവും വളവും അല്ലെങ്കിൽ ആരോഗ്യവും പുഷ്ടിയും അതുപോലെ തന്നെ അതിൽ നിന്ന് ഫ്രൂട്ട്സും കിട്ടാം, അതിനകത്തുനിന്ന് ഫലങ്ങൾ കിട്ടാൻ പാകത്തിന് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം വെറും 10 ഗ്രാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയും എപ്പോഴും ഈ ഗാർഡൻ ഗോൾഡ് കൊടുക്കണതിന്റെ ഒപ്പം നമ്മളുടെ കിഡ്സിന്റെ ഒക്കെ ഇതുണ്ടല്ലോ, സ്പൂൺ ഉണ്ടല്ലോ, നമ്മുടെ കയ്യിലുള്ള സ്കൂപ്പ്, അത് കളയാതെ വെച്ചിട്ട് അതും കൂടെ അങ്ങ് കൂടെ കൊടുത്തേക്കാം. 10 ഗ്രാം അളക്കുകൾ ഇപ്പൊ ഉണ്ടല്ലോ. അപ്പൊ ആഴ്ചയിൽ 10 ഗ്രാം വെച്ചിട്ട് അളന്ന് അവര് ആ ചെടികൾക്ക് ഇടട്ടെ. അപ്പൊ ഒരു 12 ചെടി ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഒരു 40 ഗ്രാം മതി ഒരു ചെടിക്ക് ഒരു മാസത്തേക്ക്. അതിന് 12 ചട്ടി, അത് കാരണം 500 ഗ്രാമാ. അപ്പൊ നമുക്ക് ഒരു ചെടിക്ക് വന്ന വില എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 8 രൂപ ഒരു മാസത്തേക്ക് നമുക്ക് ചെലവ് തന്നെയുള്ളൂ.
ഈ ഒരു ഗാർഡൻ ഗോൾഡ് ഇടുമ്പോ. അപ്പൊ നമുക്കത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഈ ചാണകം അന്വേഷിച്ചും അതന്വേഷിച്ചും ഇതന്വേഷിച്ചും ഒക്കെ നടക്കണം നേരത്തും കൊണ്ട് ഇവർ ഇതൊരു പാക്കറ്റ് വാങ്ങിച്ചു വെക്കില്ലേ. അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് അവരോട് പറയാം, നിങ്ങൾക്ക് ചെടിപ്രേമികളായ കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്ക് അവർക്കും വേണമെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാട്ടോ എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജും കൂടെ വെറുതെ അങ്ങ് കൊടുക്കാൻ പറ്റും. ഒപ്പം തന്നെ ഞാൻ പറയാറുള്ളതാണ്, ഗാർഡൻ ഗോൾഡിന്റെ ഹെൽത്ത് കിറ്റ് ഞാൻ ഇതുപോലെ പറയാൻ ശ്രമിക്കാറുള്ളതാണ്. ഇപ്പം സമയക്കുറവായി, ധാരാളം സാനിറ്ററി നാപ്കിൻ തുടങ്ങി വെജൊമേഗ തുടങ്ങി എല്ലാം ഞാൻ എഴുതി വെച്ചു. പക്ഷെ സമയം തീർന്നു. പെയിൻഗോ, പ്രോട്ടിസ് ഒക്കെ 49 ഗ്രാം പ്രോട്ടീൻ ഉണ്ടെന്നുള്ളതൊക്കെ ഒന്ന് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ഉപയോഗിക്കും. കാരണം കൊച്ചു കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രോട്ടിസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ താരം ബോണ്ട് കാര്യം എന്തായാലും പറയണം. സർസൺ ഹെയർ ഓയിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം താരനില്ലാത്ത ആൾക്കാരില്ല. അത് നമുക്ക് പറയാൻ പറ്റും. പിന്നെ വയറ്റിൽ നിന്ന് പോകാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വയറ്റിൽ നിന്ന് പോവാ ഇതിന്റെയൊക്കെ പ്രൈസ് നിങ്ങൾ ഓരോന്നും അറിഞ്ഞിരിക്കും. എനിക്ക് ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ നേരമില്ല. അതുപോലെ തന്നെ നമ്മളുടെ വയറ്റിൽ നിന്ന് പോകാത്ത ആൾക്കാരുടെ പ്രശ്നങ്ങളുള്ള ഉദർ സഫയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. റൈസ് ബ്രാൻ ഓയിൽ രാവിലെ കുടിക്കുന്ന കാര്യമൊക്കെ കൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ പറയാറുള്ളത് ന്യൂട്രിചാർജ് വുമൺ. കാരണം അവിടെ ഇരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ HP ലെവൽ കുറവായിരിക്കും അവർക്ക്, PCOD പ്രശ്നങ്ങളുള്ള മക്കളുണ്ടാവും അവർക്ക്, അതുപോലെ തന്നെ പീരീഡ്സ് നിൽക്കാറാവുമ്പോൾ പ്രശ്നങ്ങളുള്ള ലേഡീസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പൊ ഇതിനെല്ലാം സഹായമായിട്ടുള്ള ന്യൂട്രിചാർജ് വുമണും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓൾമോസ്റ്റ് സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ നിർത്തിക്കോട്ടെ. മാഡം, ഐശ്വര്യ മാഡം. ജയാസി മാം, ഒരു 5 മിനിറ്റ് കൂടെ വേണമെങ്കിൽ മാമിന് ആവാം. കാരണം അഭിപ്രായം പറയാനുള്ള ആൾക്കാരെ നമുക്ക് ഒഴിവാക്കുക എന്ന് മാത്രമേ ഒക്കുള്ളൂ. കാരണം പ്രോഡക്ട്സ് ഇനി മാമിന് പറയാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി നമുക്ക് എടുക്കാം. എന്നിട്ട് ഡയറക്റ്റ് ക്ലോസിംഗിലേക്ക് അങ്ങ് പോവാം. അപ്പൊ ഒരു 8:30 വരെ നമുക്ക് ടൈം ഉണ്ട്. കറക്റ്റ് 8:30ക്ക് നമുക്ക് ക്ലോസ് ചെയ്യണം. കാരണം 8:45 നമുക്ക് നമ്മുടെ വേണുഗോപാൽ സാറിന്റെ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ മറക്കാതെ എല്ലാവരും 8:45 സെഷനിൽ കയറണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് 5 മിനിറ്റും കൂടി മാമിന് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. കാരണം നമുക്ക് അഭിപ്രായം ചോദിക്കേണ്ട, അത്രേ ഉള്ളൂ. ഓക്കെ. കാപ്പിയുടെ കാര്യം പറയണമെന്ന് ഒരാൾ ഇത് അവിടെ എഴുതി കഴിഞ്ഞു. ശരിയാണ്. ഞാനിന്ന് ഇതേപ്പറ്റി സംസാരിച്ചപ്പോ എന്റെ നെയ്ബർ ഡോക്ടർ ശ്രീലാല് പറഞ്ഞു, കാപ്പി പറയാതെ നീ ഇതിന്ന് ഇറങ്ങരുതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിട്ടുപോയി പറയാനായിട്ട്. ഇപ്പൊ അത് കറക്റ്റ് ആരോ അതിനകത്ത് എഴുതി കാണിച്ചു. കാപ്പി നമ്മളെ സംബന്ധിച്ച് കാപ്പിപ്പൊടി നല്ലത് കിട്ടാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിക്കറി ചേർത്ത കാപ്പിപ്പൊടിയാണ് നമുക്ക് കിട്ടാറ്. നമ്മളുടെ കാപ്പിപ്പൊടി ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ്. അത് ആദ്യം നമുക്ക് അവരോട് പറഞ്ഞു. കാരണം ക്വാളിറ്റി പ്രോഡക്ട്സ് പലരും ഇപ്പം കാപ്പി ഒരു എന്നാ പറയണ്ട, ഒരു ആസ്വദിച്ച് കഴിക്കുന്ന ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞാൽ കാപ്പി, അല്ലെ? ചായ പോലെ തന്നെ നമുക്ക് വേണ്ട ഒരു സംഭവമാണ് കാപ്പി എന്ന് പറയുന്നത്. ആ കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ ഒരു സന്തോഷം, അല്ലെ? ആ കാപ്പി ഇൻസ്റ്റന്റ് കോഫി, പ്യൂർലി 100% കോഫി മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. ഇനി നമുക്കറിയാം, നമ്മൾ പഞ്ചസാര ഉപയോഗിക്കാത്തവരാണ്. ആ പഞ്ചസാരയുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഹോം മീറ്റിംഗ് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഈ കാപ്പി വിത്തൗട്ട് മിൽക്ക് ആൻഡ് വിത്തൗട്ട് ഷുഗർ, നമ്മൾ ഈ കാപ്പി സ്ഥിരം ജീവിതത്തിൽ ശീലമാക്കുവാണെങ്കിൽ കൊളസ്ട്രോള് തുടങ്ങി പല ജാതി ഹെൽത്തിന് വരുന്ന ഇഷ്യൂസ് എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ കാപ്പി സഹായിക്കും. അതായത് നമുക്കൊരു സന്തോഷം എന്നുള്ളതിലുപരി ഇങ്ങനെ ഹെൽത്തിനെയും കൂടെ സഹായിക്കുന്ന കാപ്പിയാണ്. പക്ഷെ ആ കാപ്പി ചിക്കറി ചേർത്ത് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മളത് വാങ്ങാറില്ലെങ്കിൽ RCMൽ അതിനും പ്രതിവിധി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ കാപ്പിപ്പൊടി അവരെ കാണിക്കാനായിട്ട് പറ്റും, അല്ലെ? നിങ്ങൾക്കും ആ ഒരു കോഫി ദിവസവും നമ്മൾ എടുക്കുന്നത് നല്ലതാണ്. അത് ഡോക്ടർ ശ്രീലാൽ എപ്പോഴും നമ്മളുടെ അടുത്ത് പറയാറുള്ളതാണ്, ഞങ്ങൾ കാണാറുള്ളതാ. രാവിലെ എഴുന്നേറ്റാൽ അദ്ദേഹം എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കോഫി പ്ലസ് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അദ്ദേഹം ആ കോഫി പൗഡർ മീൻസ് ആ കോഫി എല്ലാ ദിവസവും കഴിക്കുക. അതുകൊണ്ടാണ് എന്നോടെന്ന് പറഞ്ഞത് നീ കാപ്പിയുടെ കാര്യം പറയാതെ ഇറങ്ങരുതെന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ സാനിറ്ററി നാപ്കിന്റെ കാര്യം പറയണമെന്ന് പറഞ്ഞു. കാരണം അതില് ലേഡീസ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ സാനിറ്ററി നാപ്കിൻ പല ജാതി സാധനങ്ങൾ അവൈലബിൾ ആണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അപ്പൊ ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പാകത്തിന് വലിയ ആനയോൺ സ്ട്രിപ്പ് ഒന്നും നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും, വലിയ കാര്യങ്ങൾ പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് പറയാം ഇത് ബ്ലീഡിങ് മീൻസ് ലീക്ക് പ്രൂഫ് ആണ്. ഒരു 60 ml ബ്ലഡ് വരെ അതിനകത്ത് തന്നെ ലീക്ക് ആവാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പാഡിന് ബ്ലഡ് ലീക്ക് ആവാതെ നിലനിർത്താനുള്ള കഴിവ് ആ പാഡിനുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒപ്പം തന്നെ പറയാൻ നമുക്ക് ഈ ചൊറിച്ചില് പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല. ചൊറിച്ചില് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം എന്നോട് ഇതുപോലെ തന്നെ ഒരു ഹൈഫൈ ആയിട്ട് ജീവിക്കുന്ന ഒരു ലേഡിയാ. ഞാൻ അവരോട് കുറെ പാടുപെട്ടാണ് RCM പറഞ്ഞത്. അവരൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിയവരാ.
അവര് വലിയൊരു എന്നാ പറയണ്ടേ പ്രസ്റ്റീജ് ഫ്ലാറ്റിൽ എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒക്കെ ഒരു ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്ന, പ്രസ്റ്റീജ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ അവര് ഹൈഫൈ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തി ലേഡിയ. അവരെന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, അവര് RC മെമ്പർ ആക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കണം എത്ര ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത്. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, ഈ പാഡ് ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാന്നുള്ളത് ഓർക്കാൻ വയ്യ. ആലോചിക്കണം. അപ്പൊ അത്ര ഹൈ എൻഡിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് എത്ര വില കൊടുത്ത് എത്ര ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ടൈപ്പ് സാനിറ്ററി നാപ്കിൻ വാങ്ങിക്കാൻ പറ്റും? നമ്മൾ ഹോം മീറ്റിംഗിൽ ഇതൊക്കെ പറയണം. ഇങ്ങനെ ചിലരുടെയൊക്കെ നമ്മളെക്കാളും ഉയർന്ന രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് പോലും ഈ പ്രോഡക്റ്റുകൾക്കൊക്കെ ഇത്ര ഇഷ്ടമുണ്ടെന്നുള്ള ഒരു മെസ്സേജും കൂടെ നമുക്ക് കൂടത്തിൽ കൊടുക്കാൻ പറ്റണം. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ വില മാത്രം നോക്കിയിട്ടല്ലല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇപ്പം അവരൊക്കെ ഉപയോഗിക്കുന്ന ചില അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ, ഇപ്പൊ M&S എന്നൊക്കെ പറയുന്ന ബ്രാൻഡ്, ഒരു 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 അണ്ടർ ഗാർമെന്റ് വരുന്നത് 2000 റുപ്പീസാ. അങ്ങനത്തെ ഒക്കെ തരം വാങ്ങിക്കാൻ കെൽപ്പുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ പാഡ് വേണ്ടത് എവിടെയാ? നമ്മുടെ RCME ഒരു റീസണബിൾ റേറ്റ് പ്രൈസിലുള്ള പാഡാണ് അവർക്ക് വേണ്ടത്. കാരണം അതിന്റെ ക്വാളിറ്റിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. 5 മിനിറ്റ് വീണ്ടും കഴിഞ്ഞു. ബാക്കിയുള്ള പ്രോഡക്റ്റ് എന്തായാലും സാറില്ല, എല്ലാവർക്കും എല്ലാം അറിയാലോ. അപ്പം ഇത്രയും നേരം ക്ഷമയോടുകൂടി കേട്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഈ ഒരു പ്ലാറ്റ്ഫോം തന്ന അഖില മാഡത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. ഒപ്പം ഈ RCMന്റെ പ്രോഡക്റ്റുകളെല്ലാം നമുക്ക് മാർക്കറ്റ് വിലയേക്കാൾ 20% കുറവ് വിലയിൽ കിട്ടുന്നതാണ് എന്നുള്ളൊരു മെസ്സേജും കൂടെ നമ്മുടെ ഹോം മീറ്റിംഗിൽ വൈൻഡപ്പ് ചെയ്യുന്ന ആള് അത് പറഞ്ഞു കൊടുത്താലും നന്നായിരിക്കും. മെയിൻ സെഷൻ എടുക്കുന്ന ആളല്ല, വൈൻഡപ്പ് ചെയ്യുന്ന ആള്. ഓക്കെ, താങ്ക് യു സോ മച്ച്.